വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൂടുതൽ സഹായം പ്രഖ്യാപിച്ച് സർക്കാർ. ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 6 ലക്ഷം രൂപ സഹായമെന്ന് മുഖ്യമന്ത്രി. 2 ലക്ഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകും. അംഗവൈകല്യമുണ്ടായവർക്ക് 75,000 രൂപ അധികമായി നൽകും. 40 മുതൽ 60% വരെ അംഗവൈകല്യം ഉള്ളവർക്ക് 60,000 രൂപ, ഗുരുതരമായി പരിക്ക് പറ്റിയവർക്ക് 50,000 രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് നൽകുകയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 6 ലക്ഷം രൂപയാണ് സാധാരണ ധനസഹായം ലഭിക്കുക. SDRFിൽ നിന്നാണ് 4 ലക്ഷം രൂപ നൽകുന്നത്. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ കൂടി അനുവദിക്കാൻ ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അംഗവൈകല്യം വന്നവരുണ്ട്. 60%-ലധികം വൈകല്യം ബാധിച്ചവർക്ക് 75,000 രൂപ. 75,000 രൂപ എന്ന് പറയുന്നത് അതിന് സാധാരണ നിലക്ക് കൊടുക്കുന്ന തുകയുണ്ട്. അതിന് പുറമേയുള്ളതാണ് 75,000 രൂപ. മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുന്ന പ്രത്യേക തുകയാണ്. 40% മുതൽ 60% വരെ വൈകല്യം ബാധിച്ചവർക്ക് 50,000 രൂപ, ഗുരുതരമായി പരിക്ക് പറ്റിയവർക്കും 50,000 രൂപ ഇതിന് പുറമെ അനുവദിക്കുന്ന നിലയുണ്ടാവും. വയനാട് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് വാടക ഇനത്തിൽ ഒരു കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ബന്ധുവീടുകളിൽ കഴിയുന്നവർക്കും ഇതേ തുക നൽകും. സൌജന്യ താമസമൊരുക്കുകയാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഒരു കുടുംബത്തിന് പ്രതിമാസം 6,000 രൂപ വരെയാണ് വാടക ഇനത്തിൽ നൽകുക. ബന്ധുവീടുകളിലേക്ക് മാറുന്നവരുണ്ടാവും. ആ കുടുംബങ്ങൾക്കും വാടക ഇനത്തിൽ പ്രതിമാസം 6,000 രൂപ ലഭിക്കും. സൌജന്യ താമസമൊരുക്കുകയാണ് സർക്കാർ ലക്ഷ്യം. അതിൽ സർക്കാർ ഉടമസ്ഥതയിലോ മറ്റ് പൊതു ഉടമസ്ഥതയിലോ ചില സ്വകാര്യ വ്യക്തികൾ സൌജന്യമായി നൽകുന്ന വീടുകളിലോ മാറുന്ന കുടുംബങ്ങൾക്ക് ഈ പറയുന്ന പ്രതിമാസ വാടക ലഭിക്കില്ല. കാരണം അതിന് വാടക നൽകേണ്ടി വരില്ല എന്നർത്ഥം. മുഴുവനായി സ്പോൺസർഷിപ്പ് മുഖേന താമസ സൗകര്യം ഒരുക്കുന്ന ചില കെട്ടിടങ്ങളുണ്ടാവും. അങ്ങനെയുള്ള കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രതിമാസ വാടക നൽകേണ്ടി വരില്ല. അപ്പോൾ അവർക്കും പ്രതിമാസ വാടക ലഭിക്കില്ല. ഭാഗികമായി സ്പോൺസർഷിപ്പ് നൽകുന്ന കേസുകളിൽ അതിന്റെ ശേഷിക്കുന്ന തുക പരമാവധി 6,000 രൂപ വരെ പ്രതിമാസ വാടക അനുവദിക്കുകയാണ് ചെയ്യുക.